എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട 1 വേർഡുകളും 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഭാഗങ്ങൾ മുൻഭാഗത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് അതും കൂടി പഠിച്ചു വെക്കേണ്ടതാണ്. ഫസ്റ്റ് 1 വേർഡുകൾ നോക്കാം. First question, dash environment consists of those components that are related to government affairs. ഏത് എൻവയോൺമെൻ്റ് ആണ് ഗവൺമെൻറ് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഗവൺമെൻറ് അഫയേഴ്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് എൻവയോൺമെൻ്റ് ആണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. Second one, consumption habit is an example of dash. കൺസപ്ഷൻ ഹാബിറ്റ് എന്ന് പറയുന്നത് ഏത് എൻവയോൺമെൻറ്റിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ എ, സോഷ്യൽ എൻവയോൺമെൻറ്റ്. Third question, Royal Insurance Company Limited decided to computerize all its branches in Kerala to provide better services to the customers. Identify the external environment the company has made use of. റോയൽ ഇൻഷുറൻസ് കമ്പനി കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോണത് അവരുടെ എല്ലാ ബ്രാഞ്ചസും ടു പ്രൊവൈഡ് ബെറ്റർ കസ്റ്റമേഴ്സിന് നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവരുടെ എല്ലാ ബ്രാഞ്ചസിനെയും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുന്നത്. ഇത് ഏത് എൻവയോൺമെൻറ്റിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിൽ തന്നേക്കണ ഓപ്ഷൻസ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ സോഷ്യൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ഈ 4 എൻവയോൺമെൻറ്റ് ആണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ഇതിന് ആൻസർ വരുന്നത്? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2, 3, 4, 5 അങ്ങനെയുള്ള മാർക്കുകൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ എക്സ്പ്ലെയിൻ ദ ടേം ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെയും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കംപ്ലീറ്റ് ദി സീരീസ്. ആദ്യത്തെ തന്നിട്ടുണ്ട് ലിബറലൈസേഷൻ. അപ്പോൾ 2ഉം 3ഉം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കോഡ് ഓർത്താൽ മതി. LPG ലിബറലൈസേഷൻ, L, P പ്രൈവറ്റൈസേഷൻ, G ഗ്ലോബലൈസേഷൻ. LPG എന്ന് ഓർത്ത് വെച്ചാൽ മതിയാകും. തേർഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് എഴുതേണ്ടതാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ആണ്. ഫസ്റ്റ് 1, ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്. അത് ഏതിൻ്റെ എക്സാമ്പിളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റ്. ചേഞ്ച് ഇൻ ഫാഷൻ, അത് സോഷ്യൽ എൻവയോൺമെൻറ്റ്. ചേഞ്ച് ഇൻ ടെക്നോളജി, അത് അതിൽ തന്നെ ഉണ്ട്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. കമ്പനീസ് ആക്ട് 2013, ലീഗൽ എൻവയോൺമെൻറ്റ്. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് പഠിക്കുമ്പോൾ എക്സാമ്പിൾ അടക്കം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 4 ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിന് 4 ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടത്, ഡ്രോ എ ചാർട്ട് ഡെപിക്റ്റിംഗ് ദ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, എക്സ്പ്ലെയിൻ ദം ബ്രീഫ്ലി. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഡയമെൻഷൻസിൻ്റെ ചാർട്ട് വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഓരോന്നിനും എഴുതേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.